എൻ്റെ ഉമ്മയെ നഷ്ടപ്പെട്ട് ഉമ്മ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് ഇന്നേക്ക് 1 മാസം തികയാണ്. സെപ്റ്റംബർ 17. ഈ 1 മാസം ശരിക്കും പറഞ്ഞാൽ മഗ്രിബ് ഇശാഇൻ്റെ ഇടയിലുള്ള ഒരു സമയം, ഒരു ദിവസം പോലും കണ്ണ് നിറയാതെ എൻ്റെ ഉമ്മക്ക് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം കടന്നു പോയിട്ടില്ല. ആ ഒരു സമയമാകുമ്പോൾ ഉമ്മയുടെ ഓർമ്മ വരും. കാരണം ആ ഒരു സമയത്താണ് ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ് ഉമ്മാക്ക് ഞങ്ങൾ പ്രവാസികൾ കൂടുതലും വിളിക്കാറുള്ളത്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഉമ്മാക്ക് വിളിക്കുമ്പോൾ ഉമ്മാൻ്റെ ആ വീഡിയോ കോൾ കാണുമ്പോൾ എന്തായി മോനെ അത്തു എന്നാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സ് നിറയും, മനസ്സിന് എനർജി കിട്ടും. കാരണം ഉമ്മാൻ്റെ മുഖം കാണുമ്പോൾ അത് നമ്മൾ എത്ര വയസ്സായാലും 40 ആയാലും 50 ആയാലും നമുക്കിപ്പോഴും ആ ചെറുപ്പത്തിൽ ആ ഒരു ഉമ്മ തന്നെയാണ്. ഉമ്മ ഒരു ധൈര്യമായിരുന്നു. അത് നഷ്ടപ്പെടുമ്പോഴാണ് ഒരു വലിയൊരു എന്തോ ഒരു ധൈര്യം, പ്രാർത്ഥിക്കുന്ന കരങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേടിയാണ്, ഒരു ഒറ്റപ്പെടലാണ് ആ സമയത്ത് അനുഭവപ്പെടുന്നത്. നമ്മൾക്കിപ്പോൾ അറിയാതെ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ എപ്പോഴും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ ഉമ്മാക്ക് ആഫിയത്തോടുകൂടി ആരോഗ്യം ദീർഘായുസ് നൽകണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. മറന്ന് നമുക്കത് ഓർമ്മയില്ല. ഉമ്മ മരണപ്പെട്ടത് പോലും ഓർമ്മയില്ലാതെ, ഉമ്മ നഷ്ടപ്പെട്ടത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ അത്ര പെട്ടെന്നായിരുന്നു ഉമ്മ പോയത്. ഒരു രോഗമോ കിടപ്പിലൊന്നും ആവാത്ത, അത് നെഞ്ചുവേദന വന്ന് 2-3 ദിവസത്തിനുള്ളിൽ യാത്ര പറഞ്ഞപ്പോൾ ഇപ്പോഴും ഞാൻ അങ്ങനെ ആഫിയത്തുള്ള ആരോഗ്യം ദീർഘായുസ് അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹു ഉമ്മാക്ക് നീ മഗ്ഫിറത്ത് നൽകണേ, മർഹമത്ത് നൽകണേ, ഉമ്മാൻ്റെ ഖബറിട നീ പ്രകാശിപ്പിക്കണേ, സ്വർഗത്തിൽ ഉന്നത പദവികൾ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. ആക്ച്വലി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പോലും കണ്ണ് നിറയുകയാണ്. എത്ര പെട്ടെന്നാണ് ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത് വന്നത് എന്ന് ഒരു വേദനയാണ് ഈ മഗ്രിബ് ഇശാഇൻ്റെ ഇടയിൽ ഉമ്മാക്ക് വിളിക്കേണ്ട ആ സമയത്ത് ഇപ്പം ഇങ്ങനൊരു പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഉമ്മ ഉള്ളപ്പോൾ ഉമ്മാൻ്റെ വേല അറിയില്ല, അത് നഷ്ടപ്പെടുമ്പോഴാണ് എന്ന് പോലും ഉമ്മയോട് പറഞ്ഞു പോകരുതെന്ന് അള്ള പറഞ്ഞത് വെറുതെ അല്ല. ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന് റബ്ബ് പറഞ്ഞത് വെറുതെ അല്ല. ഉമ്മാനെ നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്നതൊന്നും പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾക്കറിയാതെ നഷ്ടപ്പെട്ടു പോയാൽ വിധകാലം മുഴുവനും ആയുഷ്കാലം മുഴുവനും അത് നമ്മളെ മനസ്സിനെ വേട്ടയാടുക. റബ്ബേ എൻ്റെ ഉമ്മ ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, മാപ്പ് ചോദിക്കാൻ പറ്റില്ലല്ലോ, ഒരു ദുഃഖം നിങ്ങളെ ജീവിതകാലം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഉമ്മയെ വേദനിപ്പിക്കരുത്. മാത്രം ഉമ്മാക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുമോ കൊടുത്തുകൊണ്ടേയിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഉമ്മ ജീവിക്കുന്ന കാലം ഗോൾഡൻ ലൈഫ്, ഉമ്മ ജീവിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യമാണ്. അത് നഷ്ടപ്പെട്ടവർക്ക് അത് മനസ്സിലാവും. ഞാൻ പിന്നെ വിചാരിക്കും, അല്ലാഹുവേ ഉമ്മാക്ക് ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകണേ എന്ന പ്രാർത്ഥനയേക്കാൾ ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ ഉമ്മാക്ക് ഉപകരിക്കുക അല്ലാഹു ഉമ്മാക്ക് മഗ്ഫിറത്തും മർഹമത്തും ഉമ്മാക്ക് സ്വർഗം നൽകണേ, സ്വർഗത ഉന്നത പദവി നൽകണേ എന്ന് നമ്മൾ ഇനി മുതൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉമ്മാക്ക് ഏറ്റവും സന്തോഷമാവുക മരണശേഷമുള്ള പ്രാർത്ഥനയായിരിക്കും. റസൂൽ പറഞ്ഞല്ലോ, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നോക്കുമ്പോഴുടെ പ്രാർത്ഥന അത് ഉമ്മാക്ക് സ്വർഗം ലഭിക്കാൻ കാരണമാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർത്ത് നമ്മൾക്ക് ക്ഷമിക്കാനും സന്തോഷിക്കാനും സാധിക്കുന്നുണ്ട്. കാരണം ഇനി മുതൽ നമ്മുടെ മരണം വരെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഉമ്മാൻ്റെ ആഖിറം വെളിച്ചമാകാൻ കാരണമാകും.